വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. ഓക്കെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കുവാണ്. നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിന് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ പരീക്ഷയിൽ എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനാണെന്ന് നമ്മൾ സെറ്റാക്കുന്നത്. ഏതാണ് ആ മോഡൽ എന്നല്ലേ വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ സെറ്റ് ആക്കിക്കോളുക. അപ്പൊ വേഗം നമുക്ക് ആ പോർഷനിലോട്ട് പോയാലോ? ബാ. യെസ്, ഇതാണ് ആ മോഡൽ ക്വസ്റ്റ്യൻ. അതായത് ഘടകങ്ങൾ, ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ മക്കളെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ആക്കുന്നത്. പല രീതിയിൽ പല ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ എല്ലാ ഉത്തരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സെറ്റാവും കേട്ടോ. റെഡിയാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സൊക്കെ കണ്ടിട്ട് നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. 72ന്റെ ഘടകങ്ങൾ കണ്ടെത്താം. അല്ലെങ്കിൽ ഘടകങ്ങൾ, എത്ര ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഫോർ 72. ഇതാണ് ക്വസ്റ്റ്യൻ. 72ന് എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? 72ന് എങ്ങനെ മുറിക്കുക ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. 72ന്റെ ഘടകങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഫാക്ടറൈസേഷൻ ചെയ്യുക. അതായത് ഘടകക്രിയ ചെയ്യുക. എന്താ ഘടകക്രിയ എന്നല്ല ചോദിച്ചത്? ഇത്രയേ ഉള്ളൂ. പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഘടകക്രിയ അഭാജ്യ സംഖ്യയിലൂടെ. എങ്ങനെ കാണാം? നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? 1 മുതൽ 100 വരെ 25 ഉണ്ട്. അതുപോലെ 1 മുതൽ 50 വരെ 15, 50 മുതൽ 100 വരെ 10. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ, മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ലൈവ് ഒക്കെ കാണാം കേട്ടല്ലോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ ആ ഒരു ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? പ്രൈം നമ്പേഴ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് കേട്ടോ. എന്താണ് പ്രൈം നമ്പർ, എന്താണ് അഭാജ്യ സംഖ്യ അറിയാത്തവർ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ലാസ്റ്റ് ലൈവ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടുപോവാ. ഞാനത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കേട്ടല്ലോ. റെഡി. അപ്പോൾ ഇതാണ് അഭാജ്യ സംഖ്യകൾ 2, 3, 5. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെക്കുക. ഈ 4 2, 3, 5, 7 ഈ നമ്പേഴ്സ് കൊണ്ട് 72നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. ഘടകക്രിയ എങ്ങനെ ചെയ്യും നോക്കട്ടോ. 72 എഴുതാം. നോക്ക്, 72 ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടോ. നിങ്ങൾ 72നെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എടുത്തോ. 72ൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഏതൊക്കെയാണ് നോക്കാം. 2ഉം 3ഉം ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. എനിക്ക് ഇഷ്ടം 2നെയാണ്. അപ്പോൾ ഞാൻ 2നെ സെലക്ട് ചെയ്തു. ആരെയാ? 2നെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഫാക്ടറൈസേഷൻ, ഘടകക്രിയ. 72ൽ 2 എത്ര ഉണ്ട് നോക്കാം. അതിവിടെ എഴുതാം കണ്ടോ. 72ൽ 2 എത്ര ഉണ്ട്? 36. ആ 36ൽ വീണ്ടും 2 പോകുന്നുണ്ടോ നോക്കാം. 2 പോകുന്നില്ലെങ്കിൽ 3 നോക്കിയാലും മതി. ഇനി 2ഉം 3ഉം ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടം 2നെയാണ്. അപ്പോൾ 2 വീണ്ടും ഞാൻ അങ്ങനെ വരച്ചു. 36ൽ 2 എത്ര തവണ ഉണ്ട്? 36ൽ 2 18 തവണ. അപ്പോൾ ഇവിടെ 18 എഴുതണം അല്ലേ? മറക്കല്ലേ, 18 എഴുതാം. വീണ്ടും നമ്മൾ ഹരിച്ച് പോകുന്നുണ്ടോ നോക്കാം. 18ൽ വീണ്ടും 3ഉം 2ഉം പോവും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം 2നായതുകൊണ്ട് ഞാൻ 2 എഴുതി കേട്ടോ അല്ലേ. പകുതി എടുക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, അതുകൊണ്ടാട്ടോ. ഓക്കെ, 18ൽ എത്ര 2 ഉണ്ട്? 9 തവണ കേട്ടോ. വീണ്ടും ഞാൻ 2 എഴുതി കഴിഞ്ഞ് ഉത്തരം എടുത്തേറ്റും. കാര്യം എന്താ? 9ൽ കറക്റ്റ് 2 ഇല്ല അല്ലേ. ശിഷ്ടം റിമൈൻഡർ വരും. അതുകൊണ്ട് 2 എടുക്കാൻ പറ്റൂലെങ്കിൽ അടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 സെലക്ട് ചെയ്യുക. 3 സെലക്ട് ചെയ്തോ. ഞാൻ 3 ഇവിടെ ഇങ്ങനെ 3 എന്ന് എഴുതി. 9ൽ എത്ര 3 ഉണ്ട് നിങ്ങൾ പറ. 9ൽ 3 എത്ര ഉണ്ട്? യെസ്, 3 ഉണ്ട് അല്ലേ. കഴിഞ്ഞവരാമാ? ഇല്ല, ഒന്നും കൂടെ ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വീണ്ടും ഒരു 3ന് ഇവിടെ ഇങ്ങനെ ചെയ്തു. 3ൽ എത്ര 3 ഉണ്ട് നോക്കാം. ഈ 3ൽ എത്ര 3 ഉണ്ട്? ഒരു തവണ. ഇവിടെ 1 കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്ക പരിപാടി. എവിടെ? ഈ എഴുതുന്നിടത്ത് ഒരു 1 കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുക. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ട അറിയോ? ഈ 72നെ നമ്മൾ ഇങ്ങനെ എഴുതിയതാ. എങ്ങനെയാ? 72 എഴുതിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്തത്? എത്ര 2 ഉണ്ട് നോക്ക്. സിമ്പിളാ. എത്ര 2 ഉണ്ട്? 3 2കൾ ഇങ്ങനെ ഉണ്ട് അല്ലേ. ആ 3 2 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ശ്രദ്ധിച്ചോ, ഞാൻ എഴുതുന്നു നോക്ക്. 72 എങ്ങനെ എഴുതുന്നത്? 2 ഇൻറ്റു ശ്രദ്ധിച്ച് കേട്ടോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര 2 ഉണ്ട്? ഈ 3 2 ഞാൻ നേരെ ഇങ്ങനെ എഴുതി. അതുപോലെ എത്ര 3 ഉണ്ട്? 2 3കളുണ്ട് അല്ലേ. അപ്പോൾ 2 3കളുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു രീതിയിൽ ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാ? ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ എഴുതുന്നു നോക്കോ. ഈ 3 ഈ 3 2നും കൂടെ ഈ 3 2നും കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഒരു ടൈപ്പ് എഴുതുന്ന. 2 എത്ര ഉണ്ട്? 2
3 ഇങ്ങനെ എഴുതാം. കാരണം എന്താ 2 3 ഉണ്ട്, അത്രേ ഉള്ളൂ മക്കളെ. അങ്ങനെയാണെങ്കിൽ 3 എത്ര ഉണ്ട് നോക്ക്, ശ്രദ്ധിച്ച് കേൾക്കണേ. ശ്രദ്ധിച്ച് 3 2 ഉണ്ട് ഇവിടെ കണ്ടോ, 2. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്താൽ ഇൻറ്റു ഇട്ടതിന് ശേഷം 3 എഴുതാം. ഇവിടെ 2 ആണുള്ളത്, അപ്പം മുകളിൽ 2 ഇടുക. കണ്ടോ, ഇനിയാണ് നമ്മുടെ ഉത്തരത്തിലേക്കുള്ള വഴി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഘടകം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ ചെയ്യേണ്ടത് ദാ ഈ മുകളിലുള്ള നമ്പർ കണ്ടോ, നിങ്ങൾ മുകളിലുള്ള നമ്പർ, ആ നമ്പറുകളോട് ഒന്ന് കൂട്ടുക. അപ്പം ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ദാ കേട്ടോ, ദാ ഇവിടെ മുകളിലുള്ള നമ്പർ ഏതാ? ഇവിടെ മുകളിൽ 3 ആണ് അല്ലേ? അതുപോലെ ആ 3നോട് എന്ത് ചെയ്യാറിയോ, ആ 3നോട് ഒരു 1, ആ 3നോടാ കൂട്ടേണ്ടത്. അതായത് മുകളിലുള്ള നമ്പർ, താഴത്തെ നമ്പറിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദേ മുകളിലുള്ള നമ്പറിനോട് ഒരു 1 കൂട്ടി കൊടുക്കാം. കൂട്ടാൻ മറക്കല്ലേ, ഒരു 1 കൂട്ടാം. അതേപോലെ തന്നെ ഇതാ ഈ മുകളിലുള്ള ഈ 2നോട് എന്ത് ചെയ്യണം? കൂട്ടാൻ മറക്കരുത്. എത്ര കൂട്ടണം? ഒരു 1 കൂട്ടണം അല്ലേ? ഈ 2നോട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു 1 കൂട്ടാം. അപ്പോൾ ഞാൻ 2നോട് 1 കൂട്ടാൻ പോവാണ്. ഇതാ കണ്ടോ, 2നോട് 1 കൂട്ടി. കഴിഞ്ഞോ? ആ കിട്ടിയ 2 നമ്പറും ഗുണിക്കും വേണം. എന്താ ചെയ്ത് മനസ്സിലായല്ലോ? ആ പവറായിട്ട് കൃതിയായിട്ട് വരുന്ന നമ്പറിനോട് എപ്പോഴും 1 കൂട്ടുക. കൃതിയായിട്ട് വരുന്ന നമ്പറിനോട് എപ്പോഴും 1 കൂട്ടുക. 1 കൂട്ടാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ആൻസറായി നോക്ക്. 3 1 കൂട്ടിയാൽ 4, 4 ഇൻറ്റു 2 1 കൂട്ടിയാൽ 3, 4 3 ഗുണിച്ചാൽ എത്രയാ? ദേ നമ്മുടെ ഉത്തരം 4 3 12. സെറ്റ്. എത്ര ആൻസർ? 12. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം നമുക്ക് സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡാ. എന്താ ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കിയാൽ, ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ഏത് നമ്പറാണ്? ഇതാണ് 2^12. ഇവിടെ 72 പോലുള്ളൊരു നമ്പറല്ല. പകരം ഓൾറെഡി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ? പവറാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങളെന്താ പവറാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സിന് എങ്ങനെയാണ് മക്കളെ കിട്ടുക? സിമ്പിളല്ലേ? ആ മുകളിലുള്ള നമ്പറിനോട് 1 കൂട്ടിയാൽ മതി അല്ലേ? 1 നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലുള്ള ഓരോ നമ്പർ ഇവിടെ കൂട്ടിയതിന് ശേഷം തമ്മിൽ ഗുണിക്കുക. ഞാൻ പറഞ്ഞു അത് അല്ലേ? പക്ഷെ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ, 2^12 മാത്രം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഘടകങ്ങൾ അല്ലേ? ഘടകങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ പറയും ഫാക്ടേഴ്സ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ മുകളിലുള്ള നമ്പറായ 12നോട് 1 അങ്ങോട്ട് കൂട്ടിയെടുത്താൽ മതി അല്ലേ? 12നോട് 1 കൂട്ടിയാൽ എത്രയാടോ? 13. ദേ നമ്മുടെ ഉത്തരം. സെറ്റ്. റെഡി. അപ്പം നമുക്ക് വേഗം 2 മോഡൽ പഠിച്ചല്ലോ. ഘടകങ്ങൾ എങ്ങനെയാണ് കാണാമെന്ന്. പ്രൈം നമ്പർ ആണോ നോക്കുക അല്ലേ? 2 ഒരു പ്രൈം നമ്പറാണേ. അതുകൊണ്ട് നമുക്ക് 12ൻ്റെ അടുത്ത നമ്പർ എടുത്താൽ മതിയെന്ന്. 13. റെഡി അല്ലേ? അപ്പം നമുക്ക് അടുത്ത മോഡലിലോട്ട് പോവാം. ഈ 2 മോഡലും സെറ്റാണോ നോക്ക്. സെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത മോഡലും സെറ്റാക്കാം മക്കളെ. ഇതാ കണ്ടോ അടുത്ത മോഡൽ കണ്ടോ? ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷയിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഇവർ പിന്നെ നിങ്ങളെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട് മക്കളെ. എന്താ ഹെൽപ്പ് നോക്കി നോക്കിയാൽ 1800 പോലെ എങ്ങനെ എഴുതിയത്? 3^2, 2^3, 5^2. എന്നിട്ട് ചോദിക്കുക ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000, അതായത് 1800 1800 എത്ര ഘടകങ്ങൾ ഓപ്ഷൻ ഉണ്ട്? ടൈപ്പ് ചെയ്ത് സെറ്റാക്ക്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഞാൻ 1800 എഴുതാൻ പോവാണേ. എങ്ങനെ എഴുതി നോക്കുക? 1800 ഇവർ പറഞ്ഞ മാതിരി ഇങ്ങനെ എഴുതാൻ പോവാണ്. 3^2 ഇൻറ്റു 2^3 ഇൻറ്റു 5^2 അല്ലേ? ഞാൻ ഇങ്ങനെ എഴുതി. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞല്ലേ പവർ. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രൈം നമ്പറാണോ നോക്കുകയാണ്. 3 താഴെയുള്ള പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, മുകളിലുള്ള നമ്പറിന് മാത്രം നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്ന നോക്കട്ടോ. ഇവിടെ ഒരു 2 ഉണ്ട് കണ്ടോ? ഇവിടെ 2 ഉണ്ട്. ആ 2നോട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു 1 കൂട്ടുക. ആ മുകളിലുള്ള കണ്ടോ? ഈ മുകളിലുള്ള ഈ 2നോട് 1 കൂട്ടുക. 2നോട് 1 കൂട്ടി നോക്കിക്കേ. 2നോട് 1 കൂട്ടി. കണ്ടോ? കഴിഞ്ഞോ? ബാക്കിയുള്ളതൊക്കെ എടുക്കണം, മറക്കരുത്. കണ്ടോ? ഇവിടെ ഒരു 3 ഉണ്ട്. ആ 3നോടും വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ 1 കൂട്ടും. 3നോട് 1 കൂട്ടി. കണ്ടോ? വീണ്ടും അടുത്തത് ഇനിയുണ്ട്. കണ്ടോ? ഇവിടെ ഒരു 5 ഉണ്ട്. ആ 5നോട് വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ഒരു 1 കൂട്ടും അല്ലേ? 2നോട് 1 കൂട്ട്. ആ 2 മുകളിലുള്ള 2നോടാണേ. 2നോട് 1 കൂട്ടി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല രാമ. ഗുണിക്കാൻ കൂടിയുണ്ട് ബാക്കി അല്ലേ? ഗുണിക്കാൻ കൂടെ ഉണ്ട് ബാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ ഗുണിക്കുക. സിമ്പിൾ. 2നോട് 1 കൂട്ടി, 3നോട് 1 കൂട്ടി, ഈ 2നോട് 1 കൂട്ടി.
ഗുണിച്ച് നോക്ക്, ആൻസർ കിട്ടുടോ. 2 1 കൂട്ടിയ 3, 3 1 കൂട്ടിയ 4, 4 അടുത്ത് 2 1 കൂട്ടിയ പിന്നെയും 3 അല്ലേ? തമ്മിൽ ഗുണിക്കടാ, സിമ്പിളാ. 3 ഗുണനം 4 12, 12 ഗുണനം 3 12 3 36. നമ്മുടെ ഉത്തരം 36. ദേ നമ്മുടെ ഉത്തരം 36. സെറ്റ്. റെഡിയല്ലേ മക്കളെ? സിമ്പിൾ. ഇത്ര പണിയുള്ളൂ ചെയ്യാൻ അല്ലേ? അപ്പോൾ 3 മോഡൽ സെറ്റാണല്ലോ. നമുക്ക് അടുത്ത മോഡലിലൂടെ പഠിച്ച് അടുത്ത ടൈപ്പ് ഓഫ് സാധനം കൂടെ പഠിച്ച് സെറ്റാക്കാം. ഇനി ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നമ്മൾ സെറ്റാക്കും USS. അടുത്ത മോഡലിലോട്ട് പോവാം. ബാ. യെസ്, ഇതാ അടുത്ത മോഡൽ കൂടെ നമുക്ക് സെറ്റാക്കാം മക്കളെ. ഏതാ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ്, എത്ര ഘടകങ്ങളുണ്ട് ഈ നമ്പറിന്, എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ഈ നമ്പർ. ഏതാ നമ്പർ? 2�6, 2�8, 3�8, 3. കണ്ടോ, ഞാനൊന്ന് എഴുതി തരാം. 2�6 2�8 3�8 വെറും 3. എടാ വെറും 3 ഇട്ടാൽ മുകളിൽ ഒന്നുണ്ടാവും കേട്ടോ, ഓർമ്മയിൽ വെക്കാം കേട്ടോ. ഇനി ഇവരെയൊക്കെ ഒരു ഗ്യാങ്ങിൽ ഇവരൊക്കെ നമ്മൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവാം. എങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഇവർ രണ്ടുപേരും ഒരു ഗ്യാങ്ങാ കണ്ടോ, 2ന്റെ ഗ്യാങ്. എങ്ങനെ 2ന്റെ ഗ്യാങ് വരുന്നത് നോക്ക്. സിമ്പിളാ മക്കളെ. 2 എത്ര ഉണ്ട് നോക്ക്. ഇവിടെ 2 6 എണ്ണം, 2 8 എണ്ണം. ഇത് തമ്മിൽ എങ്ങനെയാണ് ഗുണിക്കുക, എങ്ങനെയാ ചെയ്യുക എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക? സിമ്പിളാ. ദേ ഈ 2 ഒരു 2 എടുത്തതിന് ശേഷം ആ മുകളിലുള്ള ഈ 6ഉം 8ഉം കൂട്ടുക. 6ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ മക്കളെ? 6 8 എത്രയിടോ? 14. പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ? ഇതും തമ്മിൽ പ്ലസ് ചെയ്യുക. ഇത് നമ്മൾ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ലൈവിൽ സെറ്റാക്കിയിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്നും നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്. സിമ്പിളാണ് മക്കളെ. ഇയാളെന്ത് ചെയ്യണം? ഈ 2 ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതുപോലെ ഒരു ഗ്യാങ്ങാക്ക്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇൻറ്റു ഇടാൻ മറക്കല്ലേ. ഈ ഇൻറ്റു ഇടുക. ഇൻറ്റു 3 എത്ര ഉണ്ട് നോക്ക്. ഇവിടെ 8 എണ്ണം ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1 നമുക്ക് കിട്ടിയതാട്ടോ. 1ഉം ഈ 8ഉം ഒന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ 9 വരിക. കണ്ടോ, ഈ 8 ഒന്ന് കൂട്ട്. ഈ 8ഉം ഈ 1ഉം കൂട്ടുക. അപ്പോൾ 9. ദേ മുകളിൽ 9. കഴിഞ്ഞോ? ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചോ നിങ്ങളില്ല? ഇനി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പവേഴ്സ് അടുത്ത നമ്പർ എടുക്കണം, അല്ലെങ്കിൽ 1 കൂട്ടണം അല്ലേ? കൃതികളിൽ 1 കൂട്ടണം. അപ്പം ഞാൻ കൃതി എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഒരു കൃതി ഏതാ നോക്ക്, ശ്രദ്ധിച്ചേക്ക്. ഇവിടെ 14 ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ 14നോട് 1 കൂട്ടുക. കഴിഞ്ഞോ? ഇല്ല. ഈ ഗുണിക്കണം ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 9നോട് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഈ 9നോട് നിങ്ങൾ എന്ത് ചെയ്യണം? 1 അങ്ങോട്ട് കൂട്ടിക്കൊടുത്തോ. സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ 9നോട് 1 കൂട്ട്. റെഡി? ഇത് ചെയ്ത ആൻസറായി അല്ലേ? 14 1 കൂട്ടിയ 15 എഴുതി. ഇൻറ്റു 9 1 കൂട്ടിയ 10. 15 ഗുണനം 10. നമ്മുടെ ഉത്തരം 150 ഘടകങ്ങൾ. എത്രയാ മക്കളെ? എത്ര ഫാക്ടേഴ്സാ നിങ്ങൾ പറ. 150 ഫാക്ടേഴ്സ്. നമ്മുടെ ഉത്തരം സെറ്റ്. റെഡിയാണല്ലോ? സിമ്പിളല്ലേ? എന്താ സംഭവം? എന്താ ഇവർ കണ്ടോ, ഇവർ 2 പേരെ കൂട്ടി യോജിപ്പിക്കണം. കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയതാണിത്. കണ്ടോ? അങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ മറക്കല്ലേ. അല്ലാതെ ഇത് കൂട്ടി യോജിപ്പിക്കാണ്ട് അടുത്ത നമ്പർ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഇവരെ 2 കൂട്ടി യോജിപ്പിക്കുക, ഇവരെ 2 പേരും കൂട്ടി യോജിപ്പിക്കുക. കാര്യം ഇത് 3ന്റെ 2 ആൾക്കാരുണ്ടെങ്കിൽ അവർ തമ്മിൽ കൂട്ടി യോജിക്കും. സെറ്റാണ് മക്കളെ. റെഡിയല്ലേ? നമുക്ക് അടുത്തൊരു മോഡലൂടെ പഠിച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ USS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തും ആ ഒരു ക്വസ്റ്റ്യനിലൂടെ പോകാൻ നമുക്ക് സമയം കളയാതെ ബാ. യെസ്, ഇതും കൂടെ പഠിച്ചാൽ റെഡിയായി മക്കളെ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ഈ നമ്പർ 2�3 4⁵ 3⁵. എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചത്. സിമ്പിളാണ് ചെയ്യാൻ. നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യുക? ആ നമ്പറിലെ ഇവിടെ നമ്പർ ഞാൻ എഴുതരാം. 2⁵ 4⁵ ആണേ. ഇൻറ്റു 3⁵. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇയാൾ പ്രശ്നക്കാരനാ. ഇയാൾ കാരണം 4 നോക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഇവിടെ വരുന്ന നമ്പേഴ്സ് എപ്പോഴും പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ ആവണമെന്ന്. 4 പ്രൈം നമ്പർ ആണോ? അല്ല. 4 പ്രൈം നമ്പർ അല്ലെങ്കിൽ 4ന് പ്രൈം ആക്കിയിട്ട് മാറ്റണം. എങ്ങനെ മാറ്റാന്നല്ല ഇപ്പോൾ ചോദിച്ച് ശ്രദ്ധിച്ചോ. ഈ 4ന് പകരം നമുക്ക് എന്ത് ചെയ്താൽ അറിയോ? ഈ 4ന് പകരം നമുക്ക് 2ന്റെ സ്ക്വയർ എഴുതാം. ബുദ്ധിമുട്ടല്ലല്ലോ. കാര്യം 2ന്റെ സ്ക്വയർ എന്തുകൊണ്ടാണ് എഴുതുന്നത്? 2 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 2ന്റെ സ്ക്വയർ എഴുതാം. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതാൻ പോവാണേ. ഇത് ഇതേപോലെ തന്നെ എഴുതി. 2⁵ 3 ഇൻറ്റു 4ന് പകരം ഞാൻ 2⁵2 കൊടുത്തു.
കണ്ടോ 4-ന് പകരം ഞാൻ 2 കൊടുത്തു. സംശയമുള്ളവർ ശ്രദ്ധിച്ചോ. 4-ന് പകരം കൊടുത്തതാണ് ഈ നമ്പർ 2. മുകളിലൊരു 5 ഉണ്ട്, ഈ 4-ന്റെ 5 അല്ലേ. ആ 5 ഇവിടെ എഴുതാൻ മറക്കല്ലേ. അത് മറന്നാൽ ഉത്തരം അടുത്ത് തെറ്റും മക്കളെ. 5 റെഡിയല്ലേ? ഓക്കെ. ഈ 3-നൊന്നും ചെയ്യണ്ട. ഓന് പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അപ്പോൾ 3 അങ്ങനെ തന്നെ എഴുതി. റെഡിയല്ലേ? കഴിഞ്ഞു എന്ന് വിചാരിക്കും, കഴിഞ്ഞില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്. ഇവരെ നമുക്കൊരു പരിപാടി ചെയ്യാനുണ്ട്. നോക്ക്, ഇയാളെ നമുക്കൊരു സാധനം ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ അതേപോലെ എഴുതിക്കോ. ബാക്കിയൊക്കെ അതേപോലെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. ഈ 2 അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇയാളെന്താ ചെയ്യേണ്ട അറിയോ? ശ്രദ്ധിച്ചോ. ഈ 2 5 ഗുണിച്ച് മുകളിൽ എഴുതിയാൽ മതി. കേട്ടോ, ഈ മുകളിലുള്ള 2 5 ഗുണിക്കുക. ഓക്കെ. അപ്പം ഞാൻ എഴുതി നോക്ക്. 2 എഴുതാൻ മറക്കരുത്. 2 എഴുതിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ മുകളിൽ ഗുണിക്കുക. ഈ 2ഉം ഈ 5ഉം തമ്മിൽ ഗുണിക്കുക. മുകളിലേക്കാണ് ഗുണിച്ചാൽ മതി. എന്നിട്ട് മുകളിൽ എഴുതിയാൽ മതി. 2 5 ഗുണിച്ചാൽ എത്രയാ? 10. എത്ര വരും? 10. അങ്ങനെയാണ് 10 വരാം. ശ്രദ്ധിച്ചോ, മനസ്സിലാക്കുക. ഈ 2ഉം ഈ 5ഉം തമ്മിൽ ഗുണിച്ചിട്ട് 10 എഴുതാം. കേട്ടോ, റെഡിയാണല്ലോ. അപ്പം ഇങ്ങനെ 10 കിട്ടിയത് മനസ്സിലായല്ലോ. സിമ്പിൾ. ഈ 2 5 ഗുണിച്ചു. റെഡി? ബാക്കി ഈ 3 അങ്ങനെ തന്നെ എഴുതാം. കൂട്ടി യോജിപ്പിക്കണ്ടേ? ഇവിടെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. എങ്ങനെയാ കൂട്ടി യോജിപ്പിക്കുന്നത്? ഇവരെ 2 പേരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അതല്ലേ നമ്മൾ പഠിപ്പിച്ചത് കുറച്ച് മുന്നേ അല്ലേ? എങ്ങനെ കൂട്ടി യോജിപ്പിക്കുക? 2 ഉണ്ട്. അപ്പോൾ ഒരു 2 എഴുതിയതിന് ശേഷം ആ മുകളിലുള്ള 3ഉം 10ഉം കൂടെ കൂട്ടാം. 3ഉം 10ഉം കൂടെ കൂട്ടി അവിടെ തന്നെ എഴുതിയാൽ മതി. 3ഉം 10ഉം കൂടെ കൂട്ടിയാൽ എത്രടോ? ഈ 3ഉം ഈ 10ഉം കൂടെ കൂട്ടി 3ഉം 10ഉം കൂട്ടിയ 13. മറ്റേ 3 അങ്ങനെ തന്നെ എഴുതാം. നമ്മൾ ചെറുതാക്കി ഒരു ലെവൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഘടകം കാണാൻ സിമ്പിളാ. ഇത് പ്രൈം നമ്പേഴ്സാ. നമുക്ക് 2 പ്രൈമായി 3 പ്രൈമായി. ഇനി എന്താ ചെയ്യേണ്ടത്? സിമ്പിളാ മക്കളെ. പവേഴ്സിൻ്റെ അടുത്ത നമ്പർ എടുക്കുക. കൃതികളുടെ അടുത്ത നമ്പർ ഞാൻ എടുക്കുന്ന നോക്ക്. ഈ കൃതി 13 കണ്ടോ നിങ്ങൾ? ആ 13ൻ്റെ അടുത്ത നമ്പർ എടുക്കുക. 13ൻ്റെ അടുത്ത നമ്പർ ഏതാ? 14 അല്ലേ? അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 1 കൂട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ. ആ 13നോട് 1 കൂട്ടുന്നു. ഇൻറ്റു അതുപോലെ തന്നെ വേറെ ഒരാളുണ്ട് ഇവിടെ. ഏതാണ് ആള്? ശ്രദ്ധിച്ചോ. ഈ 3 കണ്ടോ? ആ 3നോട് 1 കൂട്ടാൻ മറക്കല്ലേ. അപ്പോൾ 3നോട് 1 കൂട്ട്. 3നോട് 1 കൂട്ടണേ. ഗുണിക്കല്ല, 1 കൂട്ടാം. റെഡി? 1 കൂട്ടാം. 1 കൂട്ടി ശേഷം 13 1 കൂട്ടിയപ്പോൾ 14 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 3 1 കൂട്ടിയപ്പോൾ 4. 14ഉം 4ഉം ഗുണിച്ചാൽ നമുക്ക് നമ്മുടെ ഉത്തരം ഇവിടെ സെറ്റാണ്. 14 4 ഗുണിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക അറിയോ? ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ എന്നുള്ളതിൻ്റെ ഘടകങ്ങൾ എത്ര എണ്ണം കിട്ടും? അപ്പോൾ 14 4 ഗുണിക്കുക. അപ്പോൾ അത്രയും ഉത്തരങ്ങളുണ്ടാവും അല്ലേ? 14 4 എത്രയാ അല്ലേ? 10 4 40, 4 4 16. 40ഉം 16ഉം കൂട്ടിയാൽ മതിയോ? ഇതാണ് പോയി. നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം 56. സെറ്റ്. ഏതാ മക്കളെ നമ്മുടെ ആൻസർ? 56. റെഡി ആണോ എന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. കുറച്ച് വലിയ ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ട നിങ്ങൾ സെറ്റാവും കേട്ടോ. ഇവിടെ ഒരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ 4 ഒരു പ്രൈം നമ്പർ അല്ല, ഒരു പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ അല്ല. അതുകൊണ്ട് നമുക്ക് പ്രൈം നമ്പർ എന്നുള്ള നിലക്ക് തന്നെ മാറ്റിയതാണ് ഇവിടെ. കണ്ടോ? ശേഷം ഈ 5 കൂടെ അതിനെ കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കൂട്ടിച്ചേർക്കൽ എങ്ങനെയാണ്? 2 ഇൻറ്റു 5. 2 5 കൂട്ടാനല്ല പറഞ്ഞത്. മോളിക്ക് എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക വേണ്ട. അങ്ങനെ 10 കിട്ടിയത്. ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ സെറ്റാക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം സെറ്റാണല്ലോ. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അടുത്ത പോർഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നുണ്ട്. ഇതാ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണോ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലിടുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ VJR. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ സെറ്റാക്കണം. നമുക്ക് അടിപൊളിയായിട്ട് US സെറ്റാക്കണ്ടേ? അപ്പോൾ ഈ ചോദ്യം സിമ്പിളാട്ടോ. 216 എത്ര ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം ഈ 2 എത്ര എഴുതണം? 2 3 എണ്ണം എഴുതി. ഈ 3 എണ്ണം എഴുതി അടുത്ത നമ്പർ എടുത്ത് ഗുണിക്കണം. ഞാനൊന്നും പറയണില്ല. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ VJR. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത കണ്ടന്റ് അടുത്തതുമായിട്ട് പിന്നെ ഒരു ദിവസം കാണുന്നവരേക്കും goodbye.